സദ്ഗുരുവേ ശരണം. ഇന്ന് നമ്മളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുന്ന കുറച്ച് പ്രപ്പോസിഷൻസ് ആണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇൻ പറയണോ, ഇൻസൈഡ് പറയണോ, അതോ ഇൻ ടു പറയണോ, ഓൺ പറയണോ, ഓൺ ടു പറയണോ, അണ്ടർ ആണോ, ബിലോ ആണോ, ബിനീത്ത് ആണോ, ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി കുറച്ച് സെൻറ്റൻസ് കൂടെ പഠിക്കാം. ഓക്കെ, റെഡി? സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So welcome to English Guru's brand new episode. I am Asha Lada Srijit. ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ നമ്പേഴ്സിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. ആദ്യത്തെ സെറ്റ് ഓഫ് പ്രൊപ്പോസിഷൻസ്, ഇൻസൈഡ്. ഇന്നും ഇൻസൈഡും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അതെ, രണ്ടും അകത്ത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, അകത്ത്. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഇന്നും ഇൻസൈഡ് ഉപയോഗിക്കുന്നത്. താക്കോല് ബാഗിനകത്തുണ്ട് എന്ന് പറയണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്താ പറയുക? ദ കീസ് ആർ ഇൻ ദ ബാഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കിട്ടുന്നില്ല, അപ്പോൾ ഇത് കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും പറയും അത് അകത്തുള്ള ചെറിയ പേഴ്സൺ അകത്തുണ്ട്. മനസ്സിലായി? ആ ചെറിയ പേഴ്സൺ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ സംഭവം മാറി. അപ്പോൾ നമ്മൾ പറയാം ദ കീസ് ആർ ഇൻസൈഡ് ദ സ്മോൾ പേഴ്സ്. അപ്പോൾ ആ ബാഗിനകത്തൊരു സ്മോൾ പേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്താണ്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് അകത്താണ്, ആ സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുകയാണ് അവിടെ, ഇൻസൈഡ് ദ സ്മോൾ പേഴ്സൺ. അങ്ങനെ പറയുമ്പോഴാണ് നമ്മളവിടെ ഇൻസൈഡ് ഉപയോഗിക്കുന്നത്. അല്ല, ജനറലായിട്ട് അത് അകത്തുണ്ടെന്ന് പറയാൻ ഇന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അകത്ത് ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് എടുത്ത് പറയുമ്പോഴാണ് നമ്മളത് ഇൻസൈഡ് എന്ന് പറയേണ്ടത്. വരൂ, അകത്തേക്ക് വരൂ എന്ന് നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയണം വെച്ചാൽ, വരാന്തയിൽ നിൽക്കുന്ന ആൾക്കാരെടുത്ത് നമ്മൾ അകത്തേക്ക് കയറി വരൂ, അതായത് റൂമിനകത്തേക്ക് വരൂ. ആക്ച്വലി അവർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അപ്പോൾ വീടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നവർ നമ്മുടെ വീടിനകത്ത് തന്നെയാണ്, അല്ലേ? ദേ ആർ ഇൻ ദ ഹൗസ്. പക്ഷേ അവർ റൂമിനകത്തേക്ക് വരണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും കം ഇൻസൈഡ്. അവൾ എവിടെയെന്ന് ഒരാൾ ചോദിച്ചു, അപ്പോൾ നമ്മൾ പറയും ഷീസ് ഇൻ ദ റൂം. റൂമിൽ നോക്കിയിട്ട് കാണുന്നില്ല. വെർ ഇസ് ഷീ? കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയും ഷീസ് ഇൻസൈഡ് ദ ബെഡ്റൂം. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ആക്കി, അല്ലേ? അപ്പോൾ മനസ്സിലായി വരുന്നില്ലേ നിങ്ങൾക്ക് ആ ഒരു ചെറിയ വ്യത്യാസം? അപ്പോൾ ഷീസ് ഇൻസൈഡ് ദ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ആ ബെഡ്റൂമിനകത്താണ് എന്നുള്ള ആ സ്പേസിന് നമ്മൾ എടുത്തു പറയുമ്പോൾ ഇൻസൈഡ് എന്ന് പറയാം. ദർ ഇസ് ഷുഗർ ഇൻ ദ ജാർ. പഞ്ചസാര ജാറിലുണ്ട്. ദർ ഇസ് ഷുഗർ ഇൻ ദ ജാർ. ഇനി സപ്പോസ് ഇപ്പോൾ നമ്മൾ പറയണം പഞ്ചസാര എവിടെ? അപ്പം നമ്മൾ പറയാം റാക്കിലുണ്ട്. ദ ഷുഗർ ഇസ് ഇൻ ദ റാക്ക്. റാക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ റാക്ക് തുറന്നു, കാണുന്നില്ല. അപ്പോൾ കാണുന്നില്ലല്ലോ, എവിടെയാ? അപ്പോൾ നമ്മൾ പറയും ദ ഷുഗർ ഇസ് ഇൻസൈഡ് ദ ജാർ. അവിടെ റാക്കിനകത്തുള്ള ജാറിൻ്റെയും അകത്തുണ്ട് എന്ന് പറയുമ്പോൾ സംഭവം നമ്മൾ ഇൻസൈഡ് ആക്കി. അതുപോലെ ഇപ്പോൾ കുട്ടികൾ വീട്ടിനകത്ത് തന്നെയുണ്ട്. ദ ചിൽഡ്രൻ ആർ ഇൻസൈഡ് ദ റൂം. ദേ ആർ നോട്ട് ഔട്ട് സൈഡ്. പുറത്തല്ല, അവർ അകത്തുണ്ട്. ദേ ആർ ഇൻസൈഡ് ദ റൂം. സിറ്റുവേഷൻ നോക്കുക, അതനുസരിച്ച് നമ്മൾ ഇന്നാണോ ഇൻസൈഡ് ആണോ എന്ന് ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറയാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചും നമുക്ക് ഇന്നും ഇൻസൈഡും മാറ്റി ഉപയോഗിക്കാം. ആ ലെറ്റർ എൻവലപ്പിൻ്റെ അകത്തിടൂ. പുട്ട് ദ ലെറ്റർ ഇൻസൈഡ് ദി എൻവലപ്പ്. ഇനി നിങ്ങൾ പറയണം ഈ ബോക്സിന്റെ ഉൾവശം റെഡ് ആണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണേ. അടുത്തത് ഓൺ ടു. ഓൺ എന്ന് പറയുമ്പം ലൊക്കേഷൻ ആണ്, അത് ഓർത്ത് വയ്ക്കാം. ദ ബുക്ക് ഇസ് ഓൺ ദ ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഷെൽഫിലുണ്ടെന്നാണ്. ഈ ഷെൽഫ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് തുറന്നിരിക്കുന്ന ഒരു തട്ടുതട്ടായിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് ഓൺ ദ ഷെൽഫ് എന്ന് പറയും. പക്ഷെ അലമാര പോലെ, അതായത് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് പറയാം ദ ബുക്ക് ഇസ് ഇൻ ദ കബേർഡ് എന്ന് പറയാം. അവിടെ കബേർഡ് എന്ന് പറയാൻ അടപ്പുള്ള ഒരു സ്ഥലമാണ്. അടപ്പുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അത് ഇൻ എന്നും പറയണം. തുറന്നിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് ഓൺ എന്നും പറയും. അപ്പം ഷെൽഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓൺ ദ ഷെൽഫ് എന്ന് പറയും. ദ ബുക്ക് ഇസ് ഓൺ ദ ഷെൽഫ്. പക്ഷെ അവള് ആ ബുക്ക് ടേബിളിന്റെ പുറത്തേക്ക് ഇട്ടു എന്ന് പറയാണ്. ബുക്ക് എടുത്ത് ടേബിളിന്റെ പുറത്തിട്ടു. അപ്പോൾ എങ്ങനെ പറയും? ഷി പുട്ട് ദ ബുക്ക് ഓൺ ടു ദ ടേബിൾ എന്ന് പറയണം. അവിടെ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഓൺ ടു ദ ടേബിൾ. അവൾ പുസ്തകം ടേബിളിന്റെ പുറത്തേക്ക് ഇട്ടു. ഓൺ ടു ദ, ഷി പുട്ട് ദ ബുക്ക് ഓൺ ടു ദ ടേബിൾ. അപ്പോൾ ഓൺ പൊസിഷൻ ആണ്, ഓൺ ടു മൂവ്മെന്റ് ആണ്. ഇനി ഭിത്തിയിൽ ഒരു പിക്ചർ ഉണ്ട്. ദർ ഇസ് എ പിക്ചർ ഓൺ ദ വാൾ. ദർ ഇസ് എ പിക്ചർ ഓൺ ദ വാൾ. പക്ഷേ പൂച്ച മതിലിന്റെ മുകളിലേക്ക് ചാടി എന്ന് എങ്ങനെ പറയും? മതിലിന്റെ മുകളിലേക്ക്. ദ കാറ്റ് ക്ലൈംഡ് ഓൺ ടു ദ വാൾ എന്ന് തന്നെ പറയണം. ഓൺ ടു ദ വാൾ, കാരണം മൂവ്മെന്റ് അല്ലേ. ദ കാറ്റ് ക്ലൈംഡ് ഓൺ ടു ദ വാൾ. ഗസ്റ്റ് സ്റ്റേജിലുണ്ട്. ദ ഗസ്റ്റ് ഇസ്
ഓൺ ദ സ്റ്റേജ്. പക്ഷെ അവള് സ്റ്റേജിലേക്ക് കയറി എന്ന് എങ്ങനെ പറയും? അവള് സ്റ്റേജിലേക്ക് കയറി എന്നെങ്ങനെ പറയും? സ്റ്റേജിൽ ഉണ്ടെന്ന് പറയാൻ ഗസ്റ്റ് ഇസ് ഓൺ ദ സ്റ്റേജ്. അപ്പൊ അവള് സ്റ്റേജിലേക്ക് കയറി എന്ന് എങ്ങനെ പറയും? അത് നിങ്ങൾ പറയും. അവൻ ബസ്സിലുണ്ട്. ഇപ്പൊ ബസ്സിൽ വന്നോണ്ടിരിക്കുകയാണ്, അപ്പം അയാൾ ബസ്സിലാണ് എന്ന് പറയണം നമുക്ക്. അതെങ്ങനെ പറയുമെന്നും കൂടെ നിങ്ങൾ പറയണേ. ബസ്സിൽ കയറിയെന്നും പറയണം, അവനിപ്പോ ബസ്സിലുണ്ടെന്നും പറയണം. ഇത് രണ്ടും പറയണം. അടുത്ത സെറ്റ്, അണ്ടർ, ബിലോ, ബിനീത്ത്. മൂന്നിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ താഴെ എന്ന് തന്നെയാണ്, അടിയിൽ, താഴെ എന്നൊക്കെയാണ്. പക്ഷെ പിന്നെ എന്താണ് ഇതിലെ വ്യത്യാസം? അത് നമുക്ക് നോക്കാം. ഞങ്ങൾ ബ്രിഡ്ജിന്റെ അടിയിൽ നിന്നു, പാലത്തിന്റെ അടിയിലാണ് ഞങ്ങൾ നിന്നത് എന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ പാലത്തിന്റെ അടിയിൽ, വി സ്റ്റുഡ് അണ്ടർ ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മതി. കാരണം പാലം അവിടെ, അതിൻ്റെ താഴെ, അടിയിൽ ഒരു സ്പേസ് ഉണ്ട്, താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ വി സ്റ്റുഡ് അണ്ടർ ദ ബ്രിഡ്ജ്. ആ ബിൽഡിങ്ങിന്റെ അടിയിൽ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്, പാർക്കിംഗ് ഗരാജ് ഉണ്ട്. എന്നെങ്ങനെ പറയും? എ പാർക്കിംഗ് ഗരാജ് ലൈസ് അണ്ടർ ദ ബിൽഡിംഗ്. ഗരാജ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. നമ്മൾ ഗാരേജ് എന്നാണ് പറയുക സാധാരണ. ദ പ്രൊനൗൺസിയേഷൻ ഇസ് ഗരാജ്. എ പാർക്കിംഗ് ഗരാജ് ലൈസ് അണ്ടർ ദ ബിൽഡിംഗ്. കട്ടിലിൻ്റെ അടിയിലാണ് ഷൂസ്. ദ ഷൂസ് ആർ അണ്ടർ ദ ബെഡ്. അണ്ടർ, അടിയിൽ. അയാൾ മരത്തിന്റെ താഴെയാണ് നിൽക്കുന്നത്. ഹി സ്റ്റാൻഡ്സ് അണ്ടർ ദ ട്രീ. അണ്ടർ ദ ട്രീ. ഇനി ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്, ലെസ് ദാൻ എന്ന്. അതായത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ഫ്രീ ആണ്. അപ്പോൾ അവിടെയും നമ്മൾ അണ്ടർ ആണ് ഉപയോഗിക്കുന്നത്. ചിൽഡ്രൻ അണ്ടർ 12 ക്യാൻ എൻറ്റർ ഫ്രീ. അവർക്ക് ഫ്രീ ആയിട്ട് പ്രവേശിക്കാം. ഇപ്പോൾ ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ആ അർത്ഥത്തിൽ നമുക്ക് അണ്ടർ യൂസ് ചെയ്യാം. ഷീ വർക്ക്സ് അണ്ടർ എ സ്ട്രിക്റ്റ് മാനേജർ. ഒരു കണിശക്കാരനായ മാനേജറിന്റെ കീഴിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഷീ വർക്ക്സ് അണ്ടർ എ സ്ട്രിക്റ്റ് മാനേജർ. അപ്പോൾ അണ്ടറിന് പല അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബിലോ എന്താന്ന് നോക്കാം. ബിലോ എന്ന് പറയുമ്പം ഒരു താഴെ ലെവൽ എന്നൊക്കെയാണ് അർത്ഥം. പൊസിഷൻ, റാങ്ക്, ടെമ്പറേച്ചർ, ലെവൽ, ഇതൊക്കെ താഴ്ന്നിരിക്കുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ ബിലോ യൂസ് ചെയ്യുന്നത്. ദ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0. 0യെക്കാളും താഴേക്ക് ടെമ്പറേച്ചർ താഴ്ന്നു. ദ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0. അവിടെ 0യെക്കാളും താഴേക്ക് എന്നാണ് അർത്ഥം. ഈ താഴെയുള്ള പാരഗ്രാഫ് വായിച്ചേ. പ്ലീസ് റീഡ് ദ പാരഗ്രാഫ് ബിലോ ദ പേജ്. ആ പേജിന്റെ താഴെയുള്ള, അപ്പൊ താഴെ എന്നൊരർത്ഥമാണ്. അവിടെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അടിയിലല്ല, താഴെ, ഇവിടെ ഏറ്റവും താഴെ എന്നുള്ള അർത്ഥത്തിൽ. സോ പ്ലീസ് റീഡ് ദ പാരഗ്രാഫ് ബിലോ ദ പേജ്. ഇനി ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ താഴത്തെ നിലയിലാണ് എൻ്റെ ഓഫീസ് എന്ന് പറയണമെന്ന് വിചാരിക്കുക. ആ താഴത്തെ നില എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർ അല്ല. കാരണം ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് ഗരാജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് കണ്ടില്ല, അണ്ടറിൽ നമ്മൾ ഗരാജ് ഉണ്ടാക്കി വെക്കും അല്ലേ, അണ്ടർഗ്രൗണ്ടിൽ. അത് ആ ബിൽഡിങ്ങിൻ്റെയും താഴെയാണ്. പക്ഷെ ആ ബിൽഡിങ്ങിൻ്റെ ഓരോ നിലകളിൽ താഴത്തെ നില എന്ന് പറയുമ്പം അത് നമ്മൾ അണ്ടർ അല്ല, ബിലോ. ഹിസ് ഓഫീസ് ഇസ് ബിലോ മൈൻ. എൻ്റെ ഓഫീസിൻ്റെ താഴെയാണ് അവൻ്റെ ഓഫീസ് എന്ന് വെച്ചാൽ ഓൺ എ ലോവർ ഫ്ലോർ എന്നർത്ഥം, താഴത്തെ നില. ദ ഷോപ്പ് ഇസ് ബിലോ ദ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റ് താഴെയാണ് ഷോപ്പ്. വില 500 രൂപയിൽ താഴെയാണ്. ദ പ്രൈസ് ഇസ് ബിലോ 500. ദ പ്രൈസ് ഇസ് ബിലോ 500. നിങ്ങളുടെ ഒപ്പ് ഈ പേജിൻ്റെ താഴെ ഇടണം. പ്ലീസ് സൈൻ യുവർ നെയിം ബിലോ ദ പേജ്. അണ്ടർ അല്ല, പ്ലീസ് സൈൻ യുവർ നെയിം ബിലോ ദ പേജ്. ഇനി നിങ്ങൾ പറയണം പാർക്കിംഗ് ഏരിയ മോളിൻ്റെ താഴെയാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇനി ബുക്സിൻ്റെ കാര്യത്തിൽ, സപ്പോസ് ഇപ്പോൾ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, ഒരു 8 ബുക്ക് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ റെഡ് ബുക്കിൻ്റെ തൊട്ട് താഴെയാണ് ബ്ലൂ ബുക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ദ ബ്ലൂ ബുക്ക് ഇസ് അണ്ടർ ദി റെഡ് ബുക്ക്. ആ ബ്ലൂ ബുക്ക് റെഡ് ബുക്കിൻ്റെ തൊട്ട് താഴെയല്ല, അടിയിലിരിക്കുകയാണ്. ഫിസിക്കലി അത് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം അണ്ടർ എന്ന് പറയണം ആ അർത്ഥത്തിൽ, ബുക്കിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇനി ഒരു ഷെൽഫ് മനസ്സിൽ കാണുക. അതിൽ 2 തട്ടുണ്ട്. അതിൽ മുകളിലത്തെ തട്ടിൽ റെഡ് ബുക്കും താഴത്തെ തട്ടിൽ ബ്ലൂ ബുക്കും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയും എവിടെയാണ് ബ്ലൂ ബുക്ക്? ദ ബ്ലൂ ബുക്ക് ഈസ് ബിലോ ദി റെഡ് ബുക്ക് എന്ന് പറയുമ്പോൾ ആ റെഡ് ബുക്ക് ഇരിക്കുന്ന തട്ടിൻ്റെ താഴത്തെ ലെവലിലാണ് ഏതിരിക്കുന്നത്. ആ റെഡ് ബുക്ക് ഇരിക്കുന്ന തട്ടിൻ്റെ താഴത്തെ ലെവലിലാണ് ബ്ലൂ ബുക്ക് എന്ന് പറയുമ്പോൾ ബിലോ ദി ബ്ലൂ ബുക്ക്, ബിലോ ദി റെഡ് ബുക്ക് എന്ന് പറയാം. ദ ബ്ലൂ ബുക്ക് ഇസ് ബിലോ ദി റെഡ് ബുക്ക്. എൻ്റെ പേന ബുക്കിൻ്റെ അടിയിലുണ്ട്. മൈ പെൻ ഇസ് അണ്ടർ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് പൊക്കുമ്പോൾ അതിൻ്റെ താഴെ പേന ഉണ്ടാകും. ഇനി ബിനീത്ത്. ബിനീത്ത് എന്ന് പറയുന്നതും താഴെ, അടിയിൽ എന്നൊക്കെ അർത്ഥത്തിലാണ്. പക്ഷേ അത് വളരെ പോയറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ്. നമ്മളത് നോർമൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മളത് ബിനീത്ത് ഉപയോഗിക്കില്ല. കവിതയൊക്കെ എഴുതുമ്പോഴാണ് ബിനീത്ത്. പോയിറ്റ്. ദ ട്രഷർ ലൈസ് ബിനീത്ത് ദ സാൻഡ്.
ആ മണലിൻ്റെ അടിയിലാണ് ട്രഷർ ഉള്ളത്. ദ ട്രഷർ ലൈസ് ബിനീത്ത് ദ സാൻഡ്. അവളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായി അവൾക്ക് തോന്നി. ഷീ ഫീൽസ് ദ എർത്ത് മൂവ് ബിനീത്ത് ഹർ ഫീറ്റ്. ഇനി ഡയറക്ട്ലി അണ്ടർ എന്നുകൊണ്ട് കേട്ടോ. ഹി ഹൈഡ്സ് ബിനീത്ത് ദ ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റ് തലവഴിയിട്ട് മൂടിയിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഹി ഹൈഡ്സ് ബിനീത്ത് ദ ബ്ലാങ്കറ്റ്. ഇതുപോലെയുള്ള ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരേഷൻ.